കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മന്ത്രി പി രാജീവിന് കുരുക്ക് മുറുകുന്നു. നിയമവിരുദ്ധ വായ്പകൾ നൽകാൻ ഇടപെട്ട പി രാജീവിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നിയമവിരുദ്ധ വായ്പകൾക്ക് പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്ന ബാങ്ക് മുൻ സെക്രട്ടറി മൊഴി നൽകിയിരുന്നു. ഇ ഡി ഉദ്യോഗസ്ഥർ യോഗം ചേരുകയാണ്. കൂടുതൽ നേതാക്കളെ കൂടി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയുമാണ്. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ജിജീഷ്, പൂർണ്ണമായും പ്രതിരോധത്തിലാവുകയാണ് CPM മാത്രമല്ല സംസ്ഥാന സർക്കാർ പ്രധാനമായും. അനു പറഞ്ഞതുപോലെ തന്നെ വലിയൊരു പ്രതിരോധത്തിലേക്ക് CPM നീങ്ങുന്നു. കാരണം നേരത്തെ മുൻ മന്ത്രിമാരായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ഉദ്യോഗസ്ഥരുടെ പരിധിയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഒരു മന്ത്രി പി രാജീവ് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിരിക്കുന്നു. അന്വേഷണ സംഘം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മൊഴികൾ കോടതിയിൽ നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് ബാങ്കിന്റെ മുൻ സെക്രട്ടറി EM സുനിൽകുമാറാണ് ഇത്തരത്തിൽ ഒരു മൊഴി നൽകിയിരിക്കുന്നത്. TR സുനിൽകുമാർ വളരെ വിശദമായ മൊഴി തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. താൻ ഈ ചുമതലയിൽ ഇരിക്കുമ്പോൾ, അതായത് ബാങ്കിന്റെ സെക്രട്ടറി എന്ന ചുമതലയിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ച ആളുകളിൽ നിരവധി ഉന്നത രാഷ്ട്രീയ നേതാക്കളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയായ ആളുകളിൽ ഒരാൾ പി രാജീവ് ആണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കൃത്യമായി മൊഴിയിൽ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലർക്കും അനധികൃത നിയമവിരുദ്ധ ലോണുകൾ അനുവദിക്കുന്നതിന് വേണ്ടി പല ഘട്ടങ്ങളിലും പി രാജീവിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന മൊഴി ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം കാണുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനും ആലോചിക്കുന്നതിനുമായി EDയുടെ ഉന്നതതല യോഗം കൂടി കൊച്ചിയിൽ ചേരുകയും ചെയ്തത്. ഉന്നത ഉദ്യോഗസ്ഥർ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ അടക്കമാണ് ഇത്തരം ഒരു യോഗം ചേരുന്നത്. സ്വാഭാവികമായും എങ്ങനെ തുടർ നീക്കങ്ങൾ നടക്കണം, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പി രാജീവിനെതിരെ അടക്കം ഇപ്പോൾ മൊഴികൾ വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ മൊഴിയിൽ തുടർ നടപടികൾ നടത്തണമെന്ന കാര്യത്തിൽ തന്നെയാണ് പ്രധാനമായും ആലോചന നടക്കുന്നത്. കാരണം മന്ത്രി തന്നെ ചോദ്യം ചെയ്യലിന് വിധേയനാകുന്ന ഒരു സ്ഥിതി, അല്ലെങ്കിൽ മന്ത്രി പി രാജീവിനെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുമ്പോൾ വലിയ തോതിൽ തന്നെ പാർട്ടി പ്രതിരോധത്തിലായിരിക്കും. പ്രത്യേകിച്ച് 17 CPM ഏരിയ കമ്മിറ്റികളുടേതായി 25 രഹസ്യ അക്കൗണ്ടുകൾ കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായിരുന്നു എന്ന വിവരവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്.